ഇതിലുള്ള എതിർപ്പ് മന്ത്രിമാർ ഗവർണറെ അറിയിക്കും. പത്തനംതിട്ട പുല്ലാട് കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊന്നു. പത്തനംതിട്ട ആലംതറ സ്വദേശി ശ്യാമയെയാണ് ഭർത്താവ് അജി കുത്തിക്കൊന്നത്. ആക്രമണത്തിൽ ശ്യാമയുടെ അച്ഛൻ ശശിക്കും ബന്ധുവായ സ്ത്രീക്കും കുത്തേറ്റു. ശശിയുടെ നെഞ്ചിലാണ് കുത്തേറ്റത്. ഇന്നലെ രാത്രിയാണ് ആക്രമണമുണ്ടായത്. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പ്രതി അജിക്കായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. നേരത്തെ തന്നെ കുടുംബ കലഹം പതിവാണെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു. ഇയാൾ മദ്യപിച്ച പ്രശ്നമുണ്ടാക്കിയത് നേരത്തെയും ഇയാൾക്കെതിരെ കോയിപ്പുറം പോലീസിൽ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരൻ എം കെ സാനു മാസ്റ്ററുടെ വിയോഗത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച ആയിരങ്ങളാണ് ഇവിടേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അന്തരിച്ച എഴുത്തുകാരനും അധ്യാപകനുമായ പ്രൊഫസർ എം കെ സാനുവിന് അന്ത്യാഞ്ജലി അർപ്പിച്ച സാഹിത്യ കേരളം അദ്ദേഹത്തിന്റെ എറണാകുളത്തെ വസതിയിലേക്ക് അവസാന യാത്ര. അധ്യാപകനുമായ പ്രൊഫസർ എം കെ സാനു മാസ്റ്ററിനെ വിട ചൊല്ലി നാട്. പ്രൊഫസർ എം കെ സാനു മാസ്റ്ററുടെ മൃതദേഹം അദ്ദേഹത്തിന്റെ എറണാകുളത്തെ വസതിയിൽ എത്തിച്ചു. ഇന്നലെ വൈകുന്നേരം 5:35 അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രസാദ് കാളിദാസനുണ്ട്. പ്രസാദ് കാളിദാസൻ, അദ്ദേഹത്തിന്റെ മൃതദേഹം 9 മണിയോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ വസതിയിൽ പൊതുദർശനത്തിന് വെക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ 9 മണിക്ക് മുന്നോടിയായി തന്നെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. വിവരങ്ങൾ അവൃന്ദ. എം കെ സാനുമാഷിന്റെ മൃതദേഹം കരിക്കാമുറയിലെ സന്ധ്യ എന്ന വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു. അവസാനമായി സാനുമാഷ് ഈ വീട്ടിലേക്ക് എത്തുകയാണ്. എറണാകുളം ജില്ലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ ഈ വീട്ടിൽ നിന്നായിരുന്നു. അധ്യാപകനായി തുടർന്നിരുന്ന ആ വീട്ടിൽ നിന്നായി ശിഷ്യരൊക്കെ എറണാകുളം ജില്ലയിൽ എത്തുമ്പോൾ എം കെ സാനുമാഷിനെ വന്ന് നിരവധി വ്യക്തിത്വങ്ങളുമായി വസതി കൂടിയാണ് എം കെ സാനുമാഷിന്റെ ഈ ഒരു വസതി എന്ന് പറയുന്നത്. ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു. 8 മണിയോടുകൂടി തന്നെ അവിടുന്ന് ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ട് വീട്ടിലേക്ക് എത്തിക്കുമെന്നുള്ളതായിരുന്നു ലഭിച്ച വിവരം. ഇപ്പോൾ മൃതദേഹം വീട്ടിലെത്തി അല്പസമയം വീട്ടിൽ ചെറിയ രീതിയിൽ പൊതുദർശനം എന്നുള്ളതാണ്. എന്നാലും ഇവിടെ നിരവധി ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് സാനുമാഷിനെ കാണാനായി. 10 മണിയോടുകൂടി തന്നെ വീട്ടിൽ നിന്നും മൃതദേഹം പുറപ്പെടും. ടൗൺ ഹാളിലാണ് പ്രധാനമായും വലിയ രീതിയിൽ പൊതുദർശനത്തിനായി ക്രമീകരിച്ചിരിക്കുന്നത്. നിരവധി ആളുകൾ എത്തിച്ചേരുമെന്നുള്ളതും കൂടി, പ്രമുഖർ എത്തിച്ചേരും സാനുമാഷിനെ കാണാനായി എന്നുള്ളതും കൂടിയാണ് നമുക്ക് ലഭിച്ച വിവരം. അതിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അദ്ദേഹത്തെ കാണാനായി ടൗൺ ഹാളിലേക്ക് എത്തുമെന്നുള്ള വിവരമൊക്കെ നമുക്ക് അങ്ങനെ
നിരവധി ആളുകളാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സാനുമാഷിനെ കാണാനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എറണാകുളം മണ്ഡലത്തിൽ MLA ആയി ജയിച്ചപ്പോഴും അതിനുശേഷം MLA ആയി 4 വർഷക്കാലം തുടർന്ന ആ ഒരു കാലഘട്ടത്തിലുമൊക്കെ അദ്ദേഹം ബന്ധങ്ങളിലൊന്നും ഒരു കോട്ടവും വരുത്തിയിരുന്നില്ല. എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായും അദ്ദേഹത്തിന് നല്ല രീതിയിൽ ബന്ധമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ്റെ പ്രതികരണമെല്ലാം നമ്മൾ കേട്ടതാണ്. പിണറായി വിജയൻ്റെ അനുശോചനക്കുറിപ്പെല്ലാം നമ്മൾ വായിച്ചതാണ്. അദ്ദേഹം തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ അധ്യാപകനായിരുന്ന കാലഘട്ടത്തിലാണ് പിണറായി വിജയൻ ആ ഒരു കോളേജിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അല്ലെങ്കിൽ യുവ നേതാവായി അദ്ദേഹം ഉയർന്നു വരുന്നത്. ആ കാലഘട്ടത്തിലെ ഓർമ്മകൾ അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് തൻ്റെ ഗുരുതുല്യൻ തന്നെയായിരുന്നു MK സാനുമാഷ് എന്നുള്ളതും കൂടിയാണ് പിണറായി വിജയൻ പറഞ്ഞത്. അത്തരത്തിലുള്ള നിരവധി പേർ അദ്ദേഹത്തിൻ്റെ ശിഷ്യരായുണ്ട്. ഒരു നിമിഷം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ മഹാരാജാസ് കോളേജിൽ നിന്നും അധ്യാപകരടക്കം എത്തി ഒരു നോക്ക് കണ്ട് മടങ്ങുകയാണ്. ഇപ്പോൾ ഈ ഒരു വീട്ടിലേക്ക് ചെറിയ രീതിയിലുള്ള ക്രമീകരണങ്ങളാണെങ്കിൽ പോലും ആളുകൾ കൂടുതൽ എത്തിച്ചേരുന്നുണ്ട്. അത്രത്തോളം പ്രിയങ്കരനായിരുന്നു MK സാനുമാഷ്. എറണാകുളം ജില്ലക്കാർക്ക് എല്ലാ സാംസ്കാരിക പരിപാടികളിലും അദ്ദേഹത്തിൻ്റെ മുഖം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ആ ഒരു സൗമ്യമുഖം അല്ലെങ്കിൽ ആ ഒരു പ്രാസംഗികൻ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ട് ശീലിച്ച ആളുകൾ തന്നെയാണ് ഈ എറണാകുളം ജില്ലയിലുള്ളവർ. അത്തരത്തിലുള്ള ആളുകൾ ഓരോ നിമിഷവും അനുനിമിഷം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വസതിയിലേക്ക് അദ്ദേഹത്തെ ഒന്ന് കാണുവാനായി ഇപ്പോൾ തന്നെ നിരവധി പേർ ഈ ഒരു ഭാഗത്തുണ്ട്. തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പോലീസും അതിനോടൊപ്പം തന്നെ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ശേഷം 10 മണിക്ക് ശേഷമാണ് ടൗൺ ഹാളിൽ കൊണ്ടുപോവുക. ടൗൺ ഹാളിലാണ് വിപുലമായൊരു പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങോട്ട് രാഷ്ട്രീയ നേതാക്കളടക്കം നിരവധി പേർ അദ്ദേഹത്തെ കാണാനായി എത്തുമെന്നുള്ളതും കൂടിയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 5 മണിയോടുകൂടിയാണ് രവിപുരം ശ്മശാനത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ കരിക്കാമുറിയിലെ സാനുമാഷിൻ്റെ വസതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് മൃതദേഹം. 10 മണിയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിനെത്തിക്കും. ഇവിടെ നിലവിൽ ചെറിയ സൗകര്യം മാത്രമാണ്. 9 മണി മുതൽ 10 മണി വരെയുള്ള സമയം മാത്രമാണ് എറണാകുളത്തെ വസതിയിൽ ഒരുക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള സമയങ്ങളിൽ എറണാകുളം ടൗൺ ഹാളിൽ എത്തി അദ്ദേഹത്തിനെ കാണാനുള്ള സൗകര്യമായിരിക്കും കൂടുതൽ ഒരുക്കിയിരിക്കുക. പ്രത്യേകിച്ച് വലിയൊരു നിരവധിയായിട്ടുള്ള കുട്ടികൾക്ക് ഒരു ഗുരുതുല്യനായിട്ടുള്ള ഒരാൾ കൂടിയാണ്. സാഹിത്യകാരൻ എന്നതിലുപരി നിരവധിയായിട്ടുള്ള ശിഷ്യരുള്ള ഒരു അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം. ഒപ്പം തന്നെ പ്രമുഖരായിട്ടുള്ള ആളുകൾ എത്താനുണ്ട്. രാഷ്ട്രീയ രംഗത്ത് നിന്നടക്കം തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളെന്ന നിലയിൽ രാഷ്ട്രീയ രംഗത്ത്, കലാ സാംസ്കാരിക സാമൂഹിക രംഗത്ത് നിന്നടക്കമുള്ള പ്രമുഖർ അദ്ദേഹത്തെ അവസാനമായ ഒരു നോക്ക് കാണാൻ ഇവിടേക്ക് എത്തും അല്ലേ? അതേ വൃന്ദ, അങ്ങനെ നിരവധി പേർ ഈ ഒരു നിമിഷവും എത്തിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് തന്നെയാണ് കൂടുതലും ആളുകളും എത്തുന്നത്. കാരണം മൃതദേഹം ഇങ്ങോട്ടാണ് ആദ്യം എത്തിച്ചത് ആശുപത്രിയിൽ നിന്നും. അതുകൊണ്ട് ഈ പരിസരത്തുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ അയൽവാസികൾ, അദ്ദേഹം ഏറെ അടുപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളൊക്കെ തന്നെ ഈ ഒരു വീട്ടിലേക്ക്, വസതിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കണ്ട് മടങ്ങുകയാണ്. ഇപ്പോൾ തന്നെ തിരക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ചെറിയ രീതിയിലുള്ള തിരക്കുണ്ട്. ചെറിയ വഴിയാണെങ്കിൽ പോലും ഈ തിരക്ക് വലിയ രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ മണിയോടുകൂടി വീട്ടിൽ നിന്നും ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് വിവരം. ആളുകൾ, ജനത്തിരക്ക് കൂടുന്ന ഒരു സാഹചര്യമൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ആ ഒരു ക്രമീകരണം കൃത്യമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. മാറ്റാൻ സാധിക്കുന്നു. ആയിക്കോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിക്കോട്ടെ, ഒക്കെ തന്നെ ഈ ഒരു വീട്ടിലേക്ക് തന്നെ, വസതിയിലേക്ക് തന്നെ എത്തുന്നു. ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള ചില സാഹിത്യരംഗത്തെ അധികാരികൾ ഒരാൾ തന്നെയാണ് ഇപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു നോക്ക് അവസാനമായി അദ്ദേഹത്തെ ഒന്ന് കാണാനായി എത്തിച്ചേരുന്ന ആളുകളുടെ അധ്യാപകൻ എന്നതുകൊണ്ട് തന്നെ എല്ലാത്തരം പ്രായക്കാരും വന്ന് അദ്ദേഹത്തെ കണ്ട് മടങ്ങുകയാണ്. കുട്ടികളടക്കം, അല്ലെങ്കിൽ അദ്ദേഹത്തോളം പ്രായം എന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളടക്കമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. 10 മണിയോടുകൂടി തന്നെ
ടൗൺ ഹാളിലേക്ക് മൃതദേഹം കൊണ്ടുപോകുമെന്നുള്ളതാണ് ഈ ഒരു നിമിഷവും ലഭിക്കുന്നത്. തീർച്ചയായും നമുക്ക് ദൃശ്യങ്ങളിലടക്കം തന്നെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അവിടെ എത്തിയിരിക്കുന്നു. ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ 5 മണി കഴിഞ്ഞ സമയത്താണ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത്. ഏറെ നാളായി ചികിത്സയിൽ കഴിയുകയായിരുന്നു അദ്ദേഹം. തുടർന്ന് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വിയോഗമാണ് അദ്ദേഹത്തിൻ്റേത് എന്നാണ് പലരും അദ്ദേഹത്തിൻ്റെ അടുത്തറിയാവുന്ന ആളുകളെല്ലാം തന്നെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മരണമായിരുന്നു സാനു മാഷിൻ്റേത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെല്ലാം തന്നെ പറയുന്നത്. മലയാള സാഹിത്യത്തിന് തീരാ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 5:35 കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചത്. 98 വയസ്സായിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം. വീട്ടിൽ വെച്ചുണ്ടായ ഒരു വീഴ്ചയെ തുടർന്ന് അദ്ദേഹത്തെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പിന്നീട് ന്യൂമോണിയ ബാധിച്ചു. 8 മണിയോടുകൂടി തന്നെ 9 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ മൃതദേഹം വസതിയിൽ എത്തിക്കും എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. അതിന് മുന്നേ തന്നെ 8 മണി ഏകദേശം 9 മണിയോട് അടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ വസതിയിൽ, എറണാകുളത്തെ വസതിയിലേക്ക് എത്തിച്ചു. ഇതിനുശേഷം രാവിലെ ഇനി 9 മണി മുതൽ ഉള്ള പൊതുദർശനം 10 മണി വരെ വീട്ടിൽ പൊതുദർശനം ഉണ്ടായിരിക്കും. ഇവിടെ ചെറിയ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധിയായിട്ടുള്ള ആളുകളാണ് അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇതിനുശേഷം രാവിലെ 10 മണി മുതൽ എറണാകുളം ടൗൺ ഹാളിലായിരിക്കും അദ്ദേഹത്തിൻ്റെ പൊതുദർശനം. മലയാള സാഹിത്യ ലോകം കണ്ട ഏറ്റവും മികച്ച സാഹിത്യ നിരൂപകരിൽ ഒരാളാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്ന MK സാനു മാസ്റ്റർ. എഴുത്തുകാരൻ, പ്രഭാഷകൻ, ചിന്തകൻ എന്നിങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഈ സാഹിത്യ ലോകത്ത് മാത്രമല്ല, രാഷ്ട്രീയ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. വസതിയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിച്ചിരിക്കുകയാണ്. നിരവധിയായിട്ടുള്ള ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിൻ്റെ എറണാകുളത്തെ